ആദ്യമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ സ്ക്രീനിലും ഞാനൊരു ചെയറിലുമായിരുന്നു. അന്നത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് എന്റെ കയ്യും കാലും വരയ്ക്കുന്നുണ്ട്. പ്ലീസ് ജോയിൻ വിത്ത് us, ലാലേട്ട. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയുടെ ഒരു അത്ഭുതമാണ് കിരീടം എന്ന് വിശ്വസിക്കുന്നു. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല. കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിക്കില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ നോക്കുന്നു. എല്ലാവരെയും യോഗ്യയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. തുമാനത്തുള്ളിയുള്ള ഞാൻ പാർവതിയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഞാൻ എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ച ഉണ്ണി ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, പ്രസാദ്, ശ്രീകുട്ടൻ, ഇതിൻ്റെ വിളിച്ച എല്ലാവരും വിളിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. താങ്ക്സ് ടു NFTs. അങ്ങനെ ഏറ്റവും വലിയ താങ്ക്സ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റിസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഒരു അതിനൊരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കേഴ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ പിടിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസ്റ്ററുണ്ട്, പിന്നെ ജിജുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാർ. പിന്നെ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാം. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അതായത് 100 സാർ 100 മാർക്ക്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സ്ഥിതി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് ഇക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭാരതം, അന്ന് നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ്. ശരി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെ അതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയുന്നില്ല. അതിലെ ഗാനം ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം. പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിയിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസാദ്, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ നോക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം
37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വീണ്ടും റിലീസ് ആകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടാടുകയും ചെയ്യുന്ന സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കിരീടം. പറയേണ്ട കാര്യമില്ല, ഒരുപാട് പേര് ശ്രീമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നൊക്കെയാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേറെ എന്തോ കാര്യം പറയുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ പറയാം. അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, നിർദ്ദേശിച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് അവിടെ തന്നെ ശ്രദ്ധിച്ചു. ഇതൊക്കെ ഞാൻ അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ. അപ്പോ സത്യം ഇടാതെ കരുതുന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യമുണ്ട്. ജഗദീഷിനോട് പിന്നെ ഇവിടെയുള്ള കാര്യം ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം ഇതിന്റെ കാര്യം കിരീടം ആനം ഒരു സിനിമയുടെ പേര് കിരീട എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനിതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെന്റ് അപ്രൂവൽ പറയും. അതൊരു എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ നോക്കുന്നു. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ നോക്കുന്നു. And thank you, sir, once again for considering us and preserving this restoration is a big program. നമ്മുടെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാർ പറയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആരുടെയെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റിസ്റ്റോർ ചെയ്യും. അപ്പോൾ ഇപ്പം അതിൻ്റെ ടോട്ടൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം കണ്ട ഫിലിം ബോക്സിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവരും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ബോഡി ഇതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സരി ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിജയകുമാറിന്റെ താങ്ക് യു സോ മച്ച്. ഇത് നല്ല സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്. പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോർമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ശ്രീമാധവന്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much, Laleta. So yes, കിരീടം അങ്ങനെ 37 വർഷങ്ങൾക്ക് ശേഷം ഈ ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യം